വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വൃദ്ധൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അപ്പോൾ വൃദ്ധൻ എന്ത് ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 2. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഐക്യം. ക്വസ്റ്റ്യൻ നമ്പർ 3. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 4. ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പുത്തുട്ടുകൾ ഇടുന്നതാണ് കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2. ക്വസ്റ്റ്യൻ നമ്പർ 5. അവർ സ്വരമുയർത്തി യേശുവേ ഗുരോ ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 10 കുഷ്ഠരോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 6. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ഡാഷ് ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 7. അവരാകട്ടെ ഡാഷ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രൂശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ആരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 9. ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഹെനോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ എന്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശാപത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 11. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിധേയരായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 12. എന്തിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു? ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പൊടിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13. ദൈവരാജ്യം ആരെപ്പോലുള്ളവരുടേതാണെന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ.
ക്വസ്റ്റ്യൻ നമ്പർ 14. രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരണം. ക്വസ്റ്റ്യൻ നമ്പർ 15. അവർക്ക് വേഗം ഡാഷ് നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 16. ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹെനോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 17. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ എന്താണിത്? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തീർപ്പാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ന്യായാധിപന്മാർ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ അമ്മോന്യരിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ യഹോവ ഉയർത്തിയ ന്യായാധിപൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 19. അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബെഞ്ചമിൻ ഗോത്രക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 20. അത്ഭുതകരമായി വളരുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ചന്ദ്രക്കലയെ. ക്വസ്റ്റ്യൻ നമ്പർ 21. കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവദൂതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22. ആരുടെ ഇടയിൽ നിന്നാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ ജനതകളുടെയും. ക്വസ്റ്റ്യൻ നമ്പർ 23. എന്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വസ്ത്രത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 24. കർത്താവ് ജനത്തിന് എന്താണ് അഹറോന് നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൗരോഹിത്യം. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്നും ശക്തിയറ്റവരായി കഴിയുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഒരു ലേവ്യനെ ആരായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 27. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 28. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ എവിടെ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹൃദയങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29.
ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊന്നുകളയുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 300. ക്വസ്റ്റ്യൻ നമ്പർ 31. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 33. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന് നേരെ എങ്ങനെ വന്നു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അലറി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 35. 12 പേരിൽ ഒരുവനും സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ ആര് പ്രവേശിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. ജെഫ്ത ആരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 37. ജെഫ്ത എവിടെ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആരെന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫിലിസ്ത്യരുടെ ആര് അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 41. അവൻ അവർക്ക് വാക്ക് കൊടുത്തു. ആരില്ലാത്തപ്പോൾ അവനെ ഒറ്റുകൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 42. എങ്കിലും ഈ ഡാഷ് എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിധവ. ക്വസ്റ്റ്യൻ നമ്പർ 43. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഏത് ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്?
ന്യായാധിപന്മാർ 18 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ എന്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതൃസ്വത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 46. നിന്നെ കണ്ടവരും നിന്റെ ഡാഷ് പാത്രമായവരും അനുഗ്രഹീതർ ജീവിക്കും. പ്രഭാഷകൻ 48 അധ്യായം 11 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 47. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ ഡാഷ് ഹാജരായി. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഭയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 48. മിസ്പായിൽ കർത്താവിന് മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ന്യായാധിപന്മാർ 21 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൊന്നുകളയണമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 49. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ ഡാഷ് പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1000. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇസ്രായേലിന്റെ ഡാഷ് തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മകനും. ക്വസ്റ്റ്യൻ നമ്പർ 51. സാംസൺ തൻ്റെ അജയ്യ ശക്തിയുടെ രഹസ്യം എവിടെ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞ് ദലീലായെ എത്ര പ്രാവശ്യം അവഹേളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 3 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 52. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന് എന്താണ് വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബഹുമുഖ ജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 53. പൂർവപിതാക്കന്മാരുടെ എന്താണ് ജനതകൾ പ്രഘോഷിക്കും എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 54. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 55. ഡാഷ് നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 56. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹിതരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 57. സാംസൺ പാതിരാ വരെ കിടന്നു.
പിന്നെ എഴുന്നേറ്റ് പട്ടണപടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് എവിടെ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 58. എന്നാൽ അവൻ ഡാഷ് സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രാജപദവി. ക്വസ്റ്റ്യൻ നമ്പർ 59. ഡാഷ് നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 60. അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി. തോബ് എന്ന ഡാഷ് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 61. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ഈ ഡാഷ് ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 62. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും എന്തിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 63. അത്യുന്നതന്റെ ഡാഷ് അവിടുത്തെ ഉടമ്പടി. അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 64. സ്ത്രീയുടെ ഡാഷ് ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നന്മയേക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 65. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം എന്ത് നടത്തി? ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ന്യായപാലനം. ക്വസ്റ്റ്യൻ നമ്പർ 66. എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 67. അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു ഡാഷ് അവന്റെ പിന്നാലെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രതിനിധി സംഘത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 68. ആര് ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 69. നീ ഡാഷ് ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ശൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന്റെ നാസീർവ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗർഭം. ക്വസ്റ്റ്യൻ നമ്പർ 70. സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്തിന്റെ ഫലമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രകാശത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 71. അവൻ ഇത് പറഞ്ഞതിന് ശേഷം എവിടേക്കുള്ള യാത്ര തുടർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ജെറുസലേമിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 72. ആ യുവാവ് അവൻ ആരെ പോലെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുത്രനെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ആരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 74. ദുഷ്ടനായ ദാസന് എന്തു കൊടുക്കുക? പ്രഭാഷകൻ 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തക്ക ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 75. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 76. യൂദായിലെ ബെത്ലഹേമിൽ യൂദാവംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ആര് ന്യായാധിപന്മാർ 17-ൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരു ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 77. എന്ത് വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 78. മരണമേ, തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രഭാഷകൻ 41-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 79. കർത്താവിൻ്റെ എന്ത് വചനം വഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 80. തട്ടാൻ നിർമ്മിച്ച ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ആരുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 81. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? പ്രഭാഷകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അത്യുന്നതൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 82. എഫ്രായിം ഡാഷ് മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു. ന്യായാധിപന്മാർ 17-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ഡാഷ്. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 84. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ആരുടെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി?
ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാനിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 85. ആര് ചെന്ന് അവളെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 86. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് സാംസണോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? ക്വസ്റ്റ്യൻ നമ്പർ 87. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഞാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 88. ആര് ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 89. പൂർവപിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മക്കളുടെ മക്കളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 90. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അവിശ്വസ്തയായ ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 91. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് ഡാഷ് എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എതിരാളിക്കെതിരെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ആരുടെ ആലയം ശീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 93. മോശയുടെ പുത്രനായ ആരുടെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗർഷോമിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 94. തന്നെ മുമ്പാകെ എന്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 95. നീ ഗർഭം ധരിച്ച് ഒരു ഡാഷ് പ്രസവിക്കും. അവൻ്റെ തലയിൽ ശൗര്യക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിൻ്റെ ആശീർവ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്തീനരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 96. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ഡാഷ് വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവദൂതൻ. ക്വസ്റ്റ്യൻ നമ്പർ 97.
അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന് അച്ചാരം ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരിശുദ്ധാത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 98. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് ആശീർവ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ആരെ പറ്റിയാണ് കർത്താവിന്റെ ദൂതൻ ഇത് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 99. അത്യുന്നതന്റെ അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 100. ഏതിറക്കത്തിൽ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബത്ത്ഹോറോൻ. നന്ദി.